ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നത് 1 കപ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. ഇതിലോട്ട് ആദ്യം തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കപ്പിനെ മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള സ്പേസൊക്കെ നമ്മൾ മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി വീണ്ടും നമുക്കിതൊരു 2 പ്രാവശ്യം കൂടി അരിച്ചെടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 3 പ്രാവശ്യമാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഇതുപോലെ കൊക്കോ പൗഡർ ചേർക്കുന്ന കേക്കുകളൊക്കെ എന്തായാലും ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് മിക്സ് ആവാത്ത കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും ഇതുപോലെ നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് വലിയൊരു ബബിൾസൊക്കെ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാവും. കട്ടയൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. അതും കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, ലോ സ്പീഡിലിട്ടിട്ട്. അല്ലെങ്കിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത ശേഷം പിന്നെ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പാലും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഒരു 3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് പൊടിയും പാലും ചേർത്ത് ഇതുപോലെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 35 മുതൽ 40 മിനിറ്റ് വരെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് കുറച്ച് ഉയരത്തിൽ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈറ്റ് ഇല്ലാത്ത ടിന്നായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കേക്ക് അവിടെ ബേക്കാവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ചോക്ലേറ്റ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ചോക്ലേറ്റ് ക്രീം ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ക്രീമായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതുപോലൊരു വയർ റാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഫ്രോസ്റ്റിങ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിനെ ഇതുപോലൊരു 3 ലെയറാക്കി എടുക്കാം. ഈ ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് അല്പം ക്രീമാക്കി കൊടുക്കാം. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കി എടുക്കാം.
എന്നിട്ട് നമുക്ക് ലെയറിൽ ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട് അല്പം ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെയും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്കിന് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് കോട്ടിങ് കൊടുക്കാം. ഒരു ക്രീം കോട്ടിങ് കൊടുക്കാം. ഇപ്പോൾ കേക്കിന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഫിനിഷിങ് കോട്ടിങ് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്കിന് ഞാനിവിടെ ഒരുവിധം ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി കൊടുത്തിട്ട് വെള്ള ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ള ക്രീമും ചോക്ലേറ്റ് ക്രീമും വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഡിസൈനിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ള ക്രീം വെച്ചിട്ട് ഇതുപോലൊരു ബോർഡറും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കേക്കിന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാം. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഇതുപോലെ സൈഡിലൊരു ഡ്രിപ്പ് പോലെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഫൈനലി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായതിനു ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്